ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മളിവിടെ കാണാൻ പോകുന്നത് പവർ പോയിൻറ്റിൻ്റെ അടിപൊളി കുറച്ച് ട്രിക്സുകളാണ്. അതായത് നമ്മളിപ്പോൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് പവർ പോയിൻറ്റ് യൂസ് ചെയ്യുന്ന ടൈമാണല്ലേ. നമ്മൾ ക്ലാസ്സുകൾ ഓൺലൈൻ എടുക്കുന്നു, അതേപോലെ തന്നെ മീറ്റിങ്സൊക്കെ ഓൺലൈനിൽ പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പ്രസൻറ്റേഷനൊക്കെ നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ട്രിക്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്നത് ട്രിക്ക് നമ്പർ 1 ആണ്. ട്രിക്ക് നമ്പർ 1 എന്ന് പറയുന്നത് റിമൂവിങ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അതായത് നമുക്ക് പിക്ചേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഇൻസേർട്ട് ടാബാണ്. അതായത് നമുക്ക് പിക്ചേഴ്സൊക്കെ ഇൻസേർട്ട് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് ടാബിലാണ് പോകേണ്ടത്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയായിരിക്കും, മുന്നേയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നുകിൽ പിക്ചേഴ്സ് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് ചൂസ് ചെയ്യാം. അതായത് നിങ്ങളുടെ ലാപ്ടോപ്പാണോ ഡെസ്ക്ടോപ്പാണോ യൂസ് ചെയ്യുന്നത്, അതുപോലെ അതിൽ ഓൾറെഡി ഉള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് എടുക്കാം. അതല്ല എങ്കിൽ ഓൺലൈൻ പിക്ചേഴ്സ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഓൺലൈൻ പിക്ചേഴ്സാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ലോഡായി വരും. അപ്പോൾ അതിൽ നിന്ന് ഏതാണോ നിങ്ങൾക്ക് വേണ്ട ഒരു പിക്ചർ നിങ്ങൾ ചൂസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു പിക്ചർ എടുക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് ഈ പിക്ചർ എടുക്കാം. ഓക്കെ, അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ഡ്രാഗ് ചെയ്ത് കുറച്ചുകൂടെ വലിപ്പമൊക്കെ കൂട്ടാം. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ഔട്ട്സൈഡിലൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഫോമാറ്റ്. അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഫോമാറ്റ് ടാബാണ്. അപ്പോൾ അതെങ്ങനെയാണ് ആക്ടിവേറ്റ് ആവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ പിക്ചറിൻ്റെ ഇൻസൈഡിലൊന്ന് പോയിട്ട് ഒറ്റ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടാബ് കണ്ടല്ലോ, ഫോമാറ്റ് ടാബ് എന്ന് പറയുന്നത് ആക്ടിവേറ്റ് ആവും. ഓക്കെ, അപ്പോൾ മറക്കണ്ട, ഒന്ന് പിക്ചറിൽ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം. അപ്പോൾ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് അടിക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് ചില പോർഷനിൽ നമുക്ക് പിങ്ക് കളറ് വരുന്നതാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒന്നുകൂടി അൺഡു ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ പോർഷനിൽ, ഇപ്പോൾ നമ്മുടെ പിക്ചർ ഇങ്ങനെയാണുള്ളത്. ഇനി നോക്കുക, ജസ്റ്റ് ഞാൻ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് അടിക്കുമ്പോൾ എവിടെയെങ്കിലും ഈ ഒരു കളർ എവിടെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് മാർക്ക് ഏരിയാസ് ടു കീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് അവിടെ വെക്കേണ്ട ഏതെങ്കിലും ഏരിയാസ് ഉണ്ടെങ്കിൽ അവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത്. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ ഈ ഒരു പെൻസിൽ ടൈപ്പ് ആക്ടിവേറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇതൊക്കെ വെക്കണം എന്നുള്ളത് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഈ ഒരു ബേർഡിൻ്റെ ഈ ഒരു വാലിൻ്റെ അറ്റം പിങ്ക് കളറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് അവിടെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറും. കണ്ട, ഫുള്ളായിട്ട് വന്നില്ലേ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ജസ്റ്റ് അറ്റത്തൊക്കെ ഒന്ന് പോയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും പോകാണ്ട് അവിടെ തന്നെ നിന്നോളും. അതിനുശേഷം കീപ്പ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കീപ്പ് ചേഞ്ചസ് കണ്ട, ഈ ബേർഡ് അങ്ങനെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറി നമ്മുടെ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഞാനിത് ഔട്ട്സൈഡിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ട, അപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് എടുത്ത് കൊണ്ടുപോയി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ എന്തെങ്കിലും പ്രസൻറ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ, അല്ല ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പോൾ ബേർഡ്സിനെ പറ്റിയിട്ടോ അനിമൽസിനെ പറ്റിയിട്ടോ പഠിപ്പിക്കണമെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഒന്നുമില്ല. ഞാൻ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ട്രിക്ക് നമ്പർ 2 ആണ്. അത് എഡിറ്റ് ഷേപ്പാണ്. എഡിറ്റ് ഷേപ്പിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഇൻസേർട്ട് ടാബിൽ പോകണം. അതായത് നമ്മൾ ഷേപ്പാണല്ലോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം, ഒരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ഇതിൽ പോവുക, ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുക. ദെൻ നമ്മൾ ഒന്ന് ഡ്രാഗ് ചെയ്ത് അതവിടെ വരച്ചു കൊടുക്കുക. ഓക്കെ, ദെൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ഷേപ്പിൽ എടുക്കുക. എഡിറ്റ് ഷേപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ എഡിറ്റ് പോയിൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഇങ്ങനെ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ ഒരു ഫ്ലാഗിൻ്റെ ഷേപ്പായാലും നമുക്ക് ഫ്ലാഗിൻ്റെ ഷേപ്പാണ് വേണ്ടതെങ്കിൽ ആ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഷേപ്പ്, അതായത് നമ്മുടെ ഈ ഒരു സ്ക്വയറിനെ നമുക്ക് സ്ക്വയറല്ല റെക്റ്റാങ്കിളിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിക്ക് നമ്പർ 2 എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ട്രിക്ക് നമ്പർ 3 ആണ്. 3ൽ പറയുന്നത് എന്താണ്, ഡിസൈൻ ഐഡിയാസിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിസൈൻ ഐഡിയാസ് എന്ന് ഞാനിവിടെ പറയാം. ഞാനിവിടെ ജസ്റ്റ് ഒരു സ്ലൈഡ് ആക്കി വെച്ചിട്ടുണ്ട് അല്ല, ഇമ്പോർട്ടൻറ്റ് എക്സൽ ടൂൾസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച്
ടൂളുകളുടെ പേര് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസൈനിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ള ഓഫീസ് 365 അതല്ലാണ്ട് നിങ്ങൾക്ക് 2019 യൂസ് ചെയ്യുന്നവർക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ പറയാം. അത് ഫയൽ മെനുവിൽ പോവുക. ഓക്കെ, ഫയൽ മെനുവിൽ പോവുക, ഇവിടെയാണ്. ഓക്കെ, ഫയൽ മെനുവിൽ പോയിട്ട് അതിൽ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. ഇതാ താഴെയായിട്ട് ഓപ്ഷൻസിലേക്ക് പോവുക. ഓപ്ഷൻസ് പോയിട്ട് കഴിഞ്ഞാൽ അതിൽ ജനറൽ ടാബ് എടുക്കുക. ഓക്കെ, ജനറൽ ടാബ് എടുക്കുക. ഇനി എന്താ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പവർ പോയിൻറ്റ് ഡിസൈനർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാ ഇവിടെയാണ് ഉള്ളത്, പവർ പോയിൻറ്റ് ഡിസൈനർ. ഓക്കെ, ദെൻ ഇതിൽ നിങ്ങൾ ഈ ഓട്ടോമാറ്റിക്കലി ഷോ മീ ഡിസൈൻ ഐഡിയാസ് ടിക്ക് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഇത് കിട്ടും എന്നാണ് പറയുന്നത്. ഞാൻ കുറേ പ്രാവശ്യം 2019 വേർഷനിൽ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എനിക്കിവിടെ പവർ പോയിൻറ്റ് ഡിസൈനർ എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആവുന്നില്ലായിരുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓഫീസ് 365 യൂസ് ചെയ്യുന്നത്. ഒട്ടുമിക്ക പേരും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ ഓഫീസ് 365 ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടീംസ് ഉണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ മീറ്റിംഗ് മീൻസ് ക്ലാസ്സിനും ഒക്കെ യൂസ് ചെയ്യുന്ന ടീംസ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. ഒരു ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഡിസൈൻസൊക്കെ ഇവിടെ ലോഡായിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ലൈഡിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഹോം ടാബിൻ്റെ അണ്ടറിൽ തന്നെ ഈ ഒരു പോർഷനിലായിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ഐഡിയാസ് എന്ന് കാണാം. ഇനി അത് കാണുന്നില്ല എങ്കിൽ ഡിസൈൻ ടാബിൽ പോവുക. അവിടെ ഈ സൈഡിലായിട്ട് ഡിസൈൻ ഐഡിയാസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ. അപ്പോൾ ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ കുറേ ഡിസൈൻസ് വരും. അപ്പോൾ ഇതിലേതാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. നമ്മുടെ സ്ലൈഡിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ നമുക്കിതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് നോക്കാം. ഇതിൽ കണ്ടോ ഇമ്പോർട്ട് എക്സൽ ടൂൾസ് എന്നുള്ളത് താഴെയായിട്ടാണ് വരുന്നത്. അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഫോമാറ്റ് അല്ല. അപ്പോൾ നമുക്ക് വേറൊന്നെടുക്കാം. ഓക്കെ, ഇത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇമ്പോർട്ട് എക്സൽ ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അതല്ലാണ്ട് നമുക്ക് ഓൺലൈനായിട്ട് പിക്ചർ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് അൺഡു ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓൺലൈൻ പിക്ചേഴ്സ് എടുക്കുകയാണ്. ഓൺലൈൻ പിക്ചേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ലോഡ് ചെയ്യുകയാണ്. ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഉണ്ടാക്കാം. ഇതും കൊണ്ട് ഇതിലേത് പിക്ചർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബുക്സ് എന്ന് പറഞ്ഞിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇതിൽ ഞാൻ ഈ ഒരു ഡിസൈനാണ്, ഈ ഒരു പാറ്റേൺ ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ സൈസ് ഒന്ന് ഞാൻ ചെറുതാക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, ഈ ഡിസൈൻ ഐഡിയാസിൻ്റെ ആ ഒരു പോർഷനിൽ ഫുള്ളായിട്ട് ഈ ഒരു ഇമേജ് വെച്ചിട്ടുള്ള പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലൈഡ്സ് ആണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഏതാണോ നമ്മുടെ ഈ ഒരു സ്ലൈഡ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. കാരണം അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന ട്രിക്ക് നമ്പർ 4 ആണ്. അത് മോർഫ് ട്രാൻസിഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് അലൗസ് യു ടു ആനിമേറ്റ് സ്മൂത്ത് മൂവ്മെൻറ്റ് ഫ്രം വൺ സ്ലൈഡ് ടു ദ നെക്സ്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ ഒരു ട്രാൻസിഷൻ, അതായത് ഒരു സ്ലൈഡിൽ നിന്ന് മറ്റൊരു സ്ലൈഡിലേക്ക് ഒരു സ്മൂത്ത് മൂവ്മെൻറ്റ്, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ സ്മൂത്ത് മൂവ്മെൻറ്റിനെ ഇത് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ മോർഫിൽ സംഭവിക്കുന്നത്. ഈ മോർഫ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്ലൈഡിനെ നമ്മൾ ആക്ച്വലി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒബ്ജക്റ്റ് ഉള്ള സ്ലൈഡിനെ നമ്മളൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്ലാങ്ക് സ്ലൈഡ് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ആദ്യം ഇൻസേർട്ട് ടാബിൽ പോയിട്ട് ഞാനൊരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ അതൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഞാനിവിടെ വരച്ചു കൊടുക്കുകയാണ്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒറിജിനൽ സ്ലൈഡ് ഉണ്ടല്ലോ, നമ്മുടെ ഫസ്റ്റ് സ്ലൈഡ്, അതിനെ ഒന്ന് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമ്മൾ മോർഫ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ സെക്കൻഡ് സ്ലൈഡിലാണ്. പക്ഷേ അതിന് മുൻപേ നമ്മൾ എന്താണോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ആ ചേഞ്ചസ് നമ്മൾ ഈ സെക്കൻഡ് സ്ലൈഡിൽ വരുത്തണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇതിനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷേപ്പൊക്കെ കുറച്ചൊന്ന് മാറ്റി
ഇങ്ങനെയൊക്കെ ആക്കുകയാണ്. എന്നിട്ട് ഞാനൊന്ന് റൊട്ടേഷൻ കൊടുക്കുകയാണേ. ഓക്കെ, ദെൻ ഇങ്ങനെ കൊണ്ടേ ഒന്ന് ഇടുകയാണ്. ഓക്കെ, ദെൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ട്രാൻസിഷൻ ടാബിൽ പോവുക. ട്രാൻസിഷൻ ടാബിൽ പോയിട്ട് ഇവിടെ കണ്ടോ മോർഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ആ മോർഫ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ഇത് ഞാൻ നിങ്ങൾക്ക് സ്ലൈഡ് ഷോ എടുത്തിട്ട് കാണിച്ചു തരാം. സ്ലൈഡ് ഷോ ഇവിടെയാണുള്ളത്. ഈ ഒരു സംഭവം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ സ്ലൈഡ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ചെയ്യാം. ഞാൻ ഇതിനെ വീണ്ടും ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെയുള്ള ഈ സംഭവത്തിന് വീണ്ടും ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, ജസ്റ്റ് ഇവിടെ കൊണ്ടുപോയി ഇട്ടു. ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ സ്ലൈഡ് ഷോ എടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ട്രാൻസിഷൻ വർക്ക് ആവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ലൈഡുകൾ നമുക്ക് അടിപൊളിയായിട്ട് ആനിമേഷൻസ് യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മോർഫ് മനസ്സിലായല്ലോ. അടുത്തതായിട്ട് ഞാൻ നമ്മുടെ മോർഫ് എങ്ങനെയാണ് ടെക്സ്റ്റിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് നോക്കാം. അതായത് ഇവിടെ ഞാൻ ജസ്റ്റ് ബ്ലാങ്ക് സ്ലൈഡിൽ A to Z വരെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യുക? ബ്ലാങ്ക് സ്ലൈഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഇൻസേർട്ട് ടാബിൽ പോവുക. ഇൻസേർട്ട് ടാബിൽ പോയിട്ട് നമുക്ക് ഇതാ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് സിംഗിൾ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെ വരും ടെക്സ്റ്റ് ബോക്സ്. അപ്പോൾ ഇതിലാണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടോ, ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വേണ്ടെങ്കിൽ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ അങ്ങനെ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് A to Z വരെ. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്നത് പോലെ തന്നെ ഈ സ്ലൈഡിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കാം. ഇനി സെക്കൻഡ് സ്ലൈഡിലാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇവിടുന്ന് മാറ്റിയിട്ട് ഞാനിതിലേക്ക് എന്താണ് ഒരു പവർ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണ്. പവർ പോയിൻ്റ്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഈ പവർ പോയിൻറ്റിനെ ഞാനൊന്ന് ജസ്റ്റ് ഫോണ്ട് സൈസൊക്കെ ഇൻക്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസിഷൻ ടാബിൽ പോവുക. ഇതിലാണ് നമ്മൾ സെക്കൻഡ് സ്ലൈഡിലാണല്ലോ നമ്മളെപ്പോഴും മോർഫ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മോർഫ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഒരു സ്മൂത്ത് ട്രാൻസിഷൻ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫക്റ്റ് ഓപ്ഷനിൽ പോവുക. ഇതിൽ ഒബ്ജക്ട്സ്, വേർഡ്സ്, ക്യാരക്ടേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ക്യാരക്ടേഴ്സിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ക്യാരക്ടേഴ്സ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്റ്റൈലായിട്ട് നമ്മൾ പവർ പോയിൻ്റ് വരും. അതായത് ആ ABCD ലെറ്റേഴ്സ് എന്ന് ഈ പവർ പോയിൻറ്റിനെ ലെറ്റേഴ്സ് മാത്രം എടുത്തിട്ട് വരുന്നത് പോലെയുള്ള ഒരു എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്ലൈഡ് ഷോ എടുക്കുക. സ്ലൈഡ് ഷോ എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ആദ്യം സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, ഞാൻ സ്ലൈഡ് ഷോ കാണിച്ചു തരാം. കണ്ട, ഇങ്ങനെയായിരിക്കും നമ്മുടെ സ്ലൈഡ് വരുന്നത്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെയുള്ള പ്രസൻറ്റേഷനും കൂടി നമുക്ക് ഉൾപ്പെടുത്താം നമ്മുടെ സ്ലൈഡിൽ. ഓക്കെ, അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ട്രിക്ക് നമ്പർ 5 ആണ്. ഇതെന്ന് പറയുന്നത് എൻഹാൻസ്ഡ് മോർഫ് ആണ്. അതായത് നമ്മൾ മോർഫ് ഓൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതിലെന്താ നമ്മൾ ചെയ്തത്? ഒരു ഷേപ്പിനെ തന്നെ നമ്മൾ ഷേപ്പിന് വേണ്ടിയിട്ട് കണ്ടു, ടെക്സ്റ്റിന് വേണ്ടിയിട്ടും കണ്ടു. അപ്പോൾ ഒരു ഷേപ്പിനെ തന്നെ നമ്മൾ മൂവ് ചെയ്യിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത് അല്ലേ. അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് മൂവ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ അതല്ലാതെ ഞാൻ ഒരു ഷേപ്പിൽ നിന്ന് മറ്റൊരു ഷേപ്പിലേക്ക് ട്രാൻസിഷൻ എങ്ങനെ നമുക്ക് സ്മൂത്തായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഒരു ബ്ലാങ്ക് സ്ലൈഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ ഇൻസേർട്ട് ടാബിൽ പോവുക. നമ്മുടെ ഷേപ്സ് എടുക്കുക. ഏത് ഷേപ്പാണോ നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഷേപ്പ് എടുത്ത് നമ്മൾ ഡ്രാഗ് ചെയ്ത് വരച്ച് വയ്ക്കുക. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നേരത്തെ ചെയ്തതുപോലെ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ഇനി അടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം കാണിക്കാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് സ്ലൈഡിൽ നമ്മൾ ഈ ചേഞ്ചാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഒരു ചേഞ്ചാണ് വേണ്ടതെന്ന് വിചാരിക്കുക. ഇത് ഞാൻ ട്രാൻസിഷനിൽ പോയിട്ട് മോർഫിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതാ ഇങ്ങനെയൊരു മൂവ്മെൻ്റ് ആണ് നമുക്ക് വരുന്നത് അല്ലേ.
അപ്പോൾ എനിക്ക് ഈ ഒരു സംഭവം സ്ക്വയർ അല്ല ഇവിടെ വേണ്ടത്. ട്രാൻസിഷൻ നടന്നിട്ട് എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സർക്കിളാണ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഇൻസേർട്ട് ടാബിൽ പോയിട്ട് ഷേപ്സ് എടുത്തിട്ട് എന്താണ്, ഞാനൊരു ഓവൽ ഷേപ്പാണ് കേട്ടോ ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് സ്ലൈഡിൽ ഞാനൊന്ന് ഒരു ഓവൽ ഷേപ്പ് വരച്ച് വെച്ചു. ഇനി ഇതിനെ ഞാൻ കൊണ്ടുപോയി നേരത്തെ ചെയ്ത പോലെ ട്രാൻസിഷനിൽ പോയിട്ട് മോർഫ് അപ്ലൈ ചെയ്യാണ്. നിങ്ങൾ നോക്കുക, കണ്ട, ജസ്റ്റ് അവിടുന്ന് ഡിസപ്പിയർ ആയി ഇവിടെ വന്ന് ഒന്ന് അപ്പിയർ ആയി, ഇത്ര മാത്രമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അല്ലേ. ജസ്റ്റ് ഒരു ട്രാൻസിഷൻ നടന്നു, പക്ഷേ ഒരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് എഫക്റ്റ് ഓപ്ഷനിൽ പോയിട്ടൊന്നും കാര്യമില്ല. ഇതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോം ടാബിൽ നമുക്കിവിടെ അറേഞ്ച് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാം അല്ലേ. അറേഞ്ചിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടത്, ലാസ്റ്റ് ഓപ്ഷൻ സെലക്ഷൻ പെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. ഓക്കെ, ഞാൻ സെലക്ഷൻ പെയിൻ എടുക്കുക. ഓക്കെ, ഞാൻ നേരത്തെ ആക്റ്റീവ് ആയിരുന്നു അത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി എടുത്തു, സെലക്ഷൻ പെയിൻ എടുക്കുക. ദെൻ എന്ത് ചെയ്യാം, ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ പോയിട്ട് ഇവിടെ റെക്റ്റാങ്കിൾ എന്ന് ഷേപ്പ് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ റെക്റ്റാങ്കിൾ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിനെ ഞാനിവിടെ എന്താണ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. റെക്റ്റാങ്കിൾ എന്ന് പറയുന്നതിന് പകരം എന്താണ് നമ്മുടെ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടല്ലോ, അത് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഷേപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് സ്ലൈഡിൽ പോവുക. സെക്കൻഡ് സ്ലൈഡിൽ പോയിട്ട് സെയിം വേ നമ്മളിവിടെ ഓവൽ എന്നുള്ളിടത്ത് എന്ത് കൊടുക്കുക, അത് മാറ്റിയിട്ട് വീണ്ടും നമ്മുടെ എക്സ്ക്ലമേറ്ററി സൈനും അതുപോലെ തന്നെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ സ്ലൈഡിൽ കൊണ്ടുവന്നൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഇനി ഞാൻ കാണിച്ചു തരാം, സ്ലൈഡ് ഷോ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ട, ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നേരത്തെ നമുക്ക് ജസ്റ്റ് ഒരു സ്ക്വയർ അവിടുന്ന്, സ്ക്വയർ അല്ല റെക്റ്റാങ്കിൾ അവിടുന്ന് ഡിസപ്പിയർ ആയി ഇവിടെ ഒരു സർക്കിൾ വന്നു. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് നേരെ മാറി വന്നു, അതായത് ജസ്റ്റ് ഒരു ട്രാൻസിഷൻ, അതായത് സ്മൂത്തായിട്ട് തന്നെ അപ്ലൈ ചെയ്യുന്നത് പോലെ വന്നു കഴിഞ്ഞു. കണ്ടോ, ഷേപ്പ് അവിടുന്ന് തന്നെ ചേഞ്ച് ആയിട്ട് സർക്കിളിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിക്ക് നമ്പർ 5. ട്രിക്സ് ഇത്രയാണ് ഞാനിവിടെ പറയുന്നത്. ഒരുപാട് ട്രിക്സ് ഇനിയും ബാക്കിയുണ്ട്, പക്ഷേ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയാൽ കാണുന്നവർക്കൊരു കുറച്ചൊരു ബോറിംഗ് ആയിരിക്കും തോന്നുന്നു. അപ്പോൾ ഇനിയും ഉള്ള ട്രിക്സും കൊണ്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ എല്ലാവരും ഒന്ന് കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ട്രിക്സൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.